നല്ല മോർണിംഗ് വൈബാണ് ഗൈസ്. ഇപ്പോൾ മോർണിംഗ് ഒരു 8 o'clock ഫസ്റ്റ് ക്യാമ്പത്തെ മോർണിംഗ് ആണ് കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ, ഹിമാലയൻസ് മേലെ കാണുന്നതാണോ ഹിമാലയ, ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടെ ആയിരുന്നു നല്ല നൈറ്റിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ, ഭക്ഷണം ചായ വെള്ളം എല്ലാം വരും. പ്ലാസ്റ്റിക്സ് ഒക്കെ കണ്ടോ ഇവിടെ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം പരമാവധി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യുക. പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ട് ഇവർ ഇത്രയും ഈ ഒരു പ്രകൃതിനെ അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ വന്നിട്ട് അത് മോശമാക്കുന്നതിലൊന്നല്ല. അപ്പോൾ നമ്മൾ ക്യാരി ബോട്ടിൽസൊക്കെ എറിയുമ്പോൾ ഒക്കെ മാക്സിമം ഒരു വേസ്റ്റ് ബിന്നിൽ തന്നെ ചെയ്യാനായിട്ട്, ഡസ്റ്റ്ബിൻ ചെയ്യാനായിട്ട്. ഈ ചെറിയ ടെൻ്റാണ് ബാത്റൂം. ഓക്കെ, സോളാർ ചാർജിങ് ആണ്, മൊബൈൽ ചാർജിങ്. വേണ്ട വേണ്ട, ഞാൻ ചോദിക്കാം. ഇപ്പോൾ ബാഗില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുന്ന് ഇപ്പം ഇനി ഇവിടുന്ന് ഒരു 4 kilometers ഒന്ന് ട്രാവൽ ചെയ്യാണ്ട് ബൈ ട്രക്കിംഗ് ആണ്. അപ്പോൾ മേലിലെത്തിയിട്ടുള്ള കാഴ്ചകളും ട്രക്കിംഗ് അനുഭവങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. അവിടെയാണ്. അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ട്രക്കിങ്. 4 kilometers എടുത്ത് നമ്മൾ സാങ്ക്രിയിൽ നിന്ന് ഇവിടെ എത്തി. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം വീണ്ടും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കയറിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇനിയിപ്പം 4 kilometers ഉണ്ടെന്ന്. ആ ഇതവിടെ ഇവിടെ 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 യുനാ ഞാൻ നിന്നാ പിന്നെ തീരെ കാണൂല. പേടിയുണ്ട്, കണ്ടില്ലായിരുന്നോ ഞങ്ങളവിടെ? ഇതെല്ലാം ഫുൾ ഐസാണ്. വെള്ളമൊക്കെ ഇവിടെ -ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അപ്പം അതുകൊണ്ട് ഇതണ്ട ഐസ് ഐസ് പോകുന്നുണ്ട്. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ എന്താ കാഴ്ച നമുക്ക്. ഐസായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഐസായിട്ടുണ്ട്. സ്കിഡാവും ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളുണ്ട് ഐസ്. ഇത്രയും ടെമ്പറായിട്ടുള്ള ഐസ്, അൺബിലീവബിൾ ഐസ്. -ഡിഗ്രിയിലൊക്കെ എത്തിയിട്ട്
ഇത്രയും ക്ലിയർ ക്രിസ്റ്റൽ ഐസ്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടോ എന്താന്ന് അറിയില്ല കേട്ടോ, ഉള്ള ഐസാണ്. ഉറച്ചിട്ടുണ്ട്. സ്കിഡാണ്. ഐസ് ഐസ് ഐസി ഫുൾ ഐസ്. ലേക്ക് മൊത്തം ഐസായിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളമാണ് മെൽറ്റായി. ഇവിടെയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും എന്ത് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു. അടിയിലെന്തോ ഒരു ധൈര്യത്തിൽ അങ്ങ് നിൽക്കുന്നതാണ്. എല്ലാം അടി പോവോ, ഫുൾ ഐസാണ് ഗൈസ്. അഡ്വഞ്ചറസ് ആണ് കണ്ടാ, ഫുൾ ഐസി. ഇവിടെ എവിടെയെങ്കിലും സ്കിഡായിട്ട് പോവും. ഇതൊക്കെ ഫുള്ളുണ്ടോ? ഇതൊക്കെ ഫുള്ള് പെട്ടെന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ സീനാണ്. ഐസ് -डिग्री ടെമ്പറേച്ചറിലായതുകൊണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് ഫ്രീസായി ഐസായിട്ട് സ്റ്റക്കായിട്ടുള്ളതാണ്. ഈ ലേക്ക് മൊത്തം കാണുന്നുണ്ട, ലേക്ക് മൊത്തം ഐസാണ്. ഒന്നും പറയാല്ല ഐസ്, അടിപൊളി. ഇവിടെ ഇരുന്നവർ ശ്രദ്ധിക്കുക. എല്ലാവർക്കും കുറേ ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുന്നു, അവിടെ ടെൻ്റ് അടിച്ച് അവിടെ ഇരിക്കുന്നു, സ്റ്റേ ചെയ്യുന്നുണ്ട്. ലേക്ക് വെച്ചിട്ട് ഓരോരുത്തർ ഓരോ പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെ ഓരോരോ ക്യാമ്പിങ് പോയിൻ്റാണ്. നമ്മൾ താഴെ ആയിരുന്നു, അവിടെ ഒന്ന് ട്രക്ക് ചെയ്ത് കയറിയിട്ടുള്ള ഒരു ലേക്ക് കണ്ടു. അപ്പോൾ അവിടെ ഈ പോകുന്ന ഏരിയാസിലൊക്കെ ഐസ് മെൽറ്റായിട്ടുണ്ട്. ऐसे जी पीछे से लेगा ना, यहाँ से लेकिन उधर देखो പോയിക്കോ, അടിപൊളി വ്യൂ ആണ്. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ ഇല്ലാണ്ടാ പോയി. പൊക്കോ ഞാൻ മേലെ കൂടി പോയിക്കോട്ടോ, പാലത്തും കൂടി. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഈ കാണുന്ന ടെൻറ്റിലാണ് ഇന്നത്തെ നമ്മളെ നൈറ്റ് സ്റ്റേ. അപ്പം ഈ ട്രക്കിങ് കുറച്ച് അഡ്വഞ്ചറസ് ആണ്, ബ്രീത്തിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അൽഹംദുലില്ലാ ഇവിടെ എത്തി. രണ്ടാമത്തെ ദിവസമായി, രണ്ടാമത്തെ ഡെസ്റ്റിനി. ഫസ്റ്റ് വേറൊരു ക്യാമ്പിലായിരുന്നു, ഇപ്പോൾ സെക്കൻഡ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതപ്പോൾ ജസ്റ്റ് ലാൻഡ് ചെയ്തോളൂ. അങ്ങനെ
ഇനി ബാഗൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാൻ നല്ലത്. ട്രക്കിങ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പൊടിയൊക്കെ കയറിയിട്ടുണ്ട് നന്നായിട്ട്. ബ്രീത്തിങ് ഇഷ്യൂ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് താല്പര്യമുള്ളതൊക്കെ ജീവിതത്തിലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കിന് പോവുക, അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് പോവുക എന്നൊക്കെ ഉള്ള ഒരു മൈൻഡുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊരു അച്ചീവ്മെൻ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനും, അതുപോലെ തന്നെ ലൈഫിലുള്ള ഓരോരോ അഡ്വഞ്ചറസ് ഇങ്ങനെയൊക്കെയുള്ള റിസ്ക്കൊക്കെ എടുക്കുക പറ്റുന്ന ആൾക്കാർ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ്, അതേപോലെ ശ്വാസം മുട്ടൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും ഒരിക്കലും എടുക്കരുത്. കാരണം ഇതിപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 ഫീറ്റ് മേലെയാണ് ഇപ്പം നമ്മൾ ടോട്ടലുള്ളത്. ഇനിയും പോകാണ്ട് ഒരു 12,500 ഫീറ്റും കൂടിയും കയറാണ്ട് 10,000 ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂ ഇപ്പം നൈറ്റിൽ ഇപ്പം എന്താ പറയുക, ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉച്ച 1 മണി ടൈമാണ്. ഈ ഇപ്പോൾ കാണുന്ന ക്ലൈമറ്റ് ഉണ്ടോ, നല്ല തണുപ്പാണ് ഇപ്പോഴും. ഓക്കെ, ബ്രീത്തിങ് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങ് കയറി വന്നുള്ളൂ. ഇവിടുന്ന് വരുന്ന വീഡിയോസിൽ ഉണ്ടാവും എത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല എഫേർട്ട് ഇടണം നമ്മൾ കയറി വരാനായിട്ട്. ട്രക്ക് ചെയ്ത് കയറി വരാം. ഈ ബാഗും ലഗേജൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറി വരാൻ ഭയങ്കര റിസ്ക്കാണ്. ബാഗ് വേണം നമുക്ക് കൊടുത്തു വിടാം, അതിൻ്റെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് എക്സ്പെൻസാണ്. ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒരു ഹൈ എക്സ്പെൻസീവ് ആയിരിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ മേലേക്ക് എത്തുന്തോറും ടീ ഷോപ്പുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടീക്ക് 100 റുപ്പീസ് 50 റുപ്പീസ് ഒക്കെയാണ് ഒരു ടീക്ക് ഈ മേലെ. അതേപോലെ തന്നെ വാട്ടറിനും നല്ല പ്രൈസാണ്. അതുപോലെ ഒരു ഓംലേറ്റിന് 100 റുപ്പീസാണ്, നല്ല പ്രൈസാണ്. അപ്പം അതൊക്കെ കയ്യിൽ ക്യാഷായിട്ട് തന്നെ കരുതണം. ഇവിടെ ഗൂഗിൾ പേ നെറ്റ്വർക്ക് ഒന്നും ഇല്ല. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 2 3 ഇതേ ഉള്ളൂ എന്തുള്ളത് നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്താണ് ഇല്ല, ഒന്നിലും നെറ്റ്വർക്ക് ഇല്ല. ജിയോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ജിയോയിലൊന്നും ഫസ്റ്റത്തെ ബേസ് ക്യാമ്പിൽ പോലും ഇല്ല. അപ്പോൾ ഇത് 2ാമത്തെ ക്യാമ്പ് ഇവിടെ ഇല്ല. ഇനി 3rd അത്രയും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ പവർ ബാങ്ക് ഇതെല്ലാം ചാർജൊന്നും കയറുന്നില്ല തണുപ്പ് കൊണ്ടിട്ട്. അപ്പം അതൊക്കെ ഉള്ളിൽ നല്ല ഹോട്ടായിട്ടുള്ള പ്ലേസിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ ചാർജൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റൂ, ഫോണിലൊക്കെ കയറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ട്രക്കിങ്. അങ്ങനെ നമ്മളവിടെ എത്തിനിപ്പം ഇവിടുന്ന് ലഞ്ച് ഉണ്ടാവും, ഡിന്നറും ഇവിടെ തന്നെ ആയിരിക്കും. നാളെ വീണ്ടും മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അടുത്ത ട്രക്കിങ്ങിന് നമ്മൾ പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും. ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പുകൾ എനിക്ക് എടുക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പം എല്ലാവരും സബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് 2ാമത്തെ ദിവസത്തെ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു വ്ളോഗിൽ അടുത്ത ദിവസത്തെ അഡ്വഞ്ചറസ് വാക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ഒന്നും കമൻറ്റിലൊന്നും കളിയാക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കുഴഞ്ഞു പോകുന്നതായി തണുപ്പ് കൊണ്ടിട്ടേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. മേലെ കാണുന്നുണ്ടോ സൂര്യൻ ഉദിച്ച് നിൽക്കും. അപ്പോൾ അവിടെ എത്തണം, അവിടുത്തെ വീഡിയോസ് നിങ്ങളെ കാണിക്കണം. അവിടുത്തെ ബാക്കിയൊക്കെ വരും ദിവസങ്ങളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ബായ്.